എല്ലാം സെറ്റായി. അത് എന്താ പറ്റിയെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് പ്രശ്നമൊന്നും അല്ലായിരുന്നു ജോഗി. അത് ചെറിയൊരു പ്രോബ്ലം സംഭവിച്ചത് അതിനകത്ത്. അതെന്തായിരുന്നു അത് ഞാൻ പറയാം. എലിഗേറ്റർ മേഘന്റെ പേഴ്സണൽ മിക്സിൽ ഇടാതിരുന്നല്ലേ? എന്താടാ അല്ല അങ്ങനല്ലേ? എന്താ? അയ്യോ എന്ത് പെട്ടെന്ന് ഒരു സ്ക്രീൻ പോലും കാണാതെ എന്റെ പ്രശ്നം ഐഡന്റിഫൈ ചെയ്ത് നോക്കും. ഗുരുജി തന്നെ അനിരുദ്ധന്റെ ഒരു ഇതുണ്ടല്ലോ, റിസിസ്റ്റ് ഉണ്ട്, ഹൈസൻബർഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പുള്ളിക്കാരന്റെ നമ്മള് സ്പോട്ടിഫൈയിൽ പാട്ട് കേട്ടോണ്ടിരിക്കുക. അപ്പൊ ഉടനെ ഹൈസൻബർഗ് വിഷയമാണ്, ഞാൻ പുള്ളിയുടെ മറ്റേ പരിപാടിക്കൊക്കെ പോയിട്ടുണ്ടെന്ന്. പരിപാടിക്കൊന്നും പോയിട്ടുണ്ടോ? എടാ ഇവനുണ്ടല്ലോടാ എടാ നീ ഉണ്ടല്ലോ കണ്ണാപ്പി, റീൽ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ? റീൽ വീഡിയോയില് ഹൈസൻബർഗിനെ നീ കണ്ടിട്ടുണ്ട്. ഹൈസൻബർഗിനെ നീ കണ്ടിട്ടുണ്ട്. പൊന്നീകളെ, എന്ത് ബേസിസിലാടാ നീ ഇവനെ എടുത്തതിനകത്ത്? ഹൈസൻബർഗിനെ റീലി കണ്ടിട്ടുണ്ടെന്ന്. റീല് എങ്ങനെ ഇങ്ങനെ മനുഷ്യന്മാർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും ആൾക്കാരെ മുഞ്ചിച്ച്? ഞാൻ പന്നിട്ടുണ്ട്. ഇല്ലല്ല, വരണ്ട താല്പര്യമില്ല. ഇപ്പൊ അടുത്ത് കണ്ടാലോ ഗെയിമിംഗ് റൂം ഇനാഗുറേഷൻ, നല്ല കണ്ടതാണ്. ഒരു മിസ്സിംഗും ഇല്ല. പക്ഷെ ഈ കസേര വിഷയമല്ലടാ, ഈ കോക്പിറ്റിന്റെ ഇത് വിഷയം ജോക്കി, ഇത് വിഷയം കസേരയാണ്. ലൈറ്റിംഗ് കൂടെ കുറച്ച് റെഡിയാക്കാണ്ടാ, വെട്ടം ഓക്കെ. ഞാനിപ്പോ വീട്ടിലോട്ട് വന്ന് കേറിയുള്ളൂ. എന്റെ റൂമിൽ ഒരു ലൈറ്റ് പോലും ഞാൻ ഇട്ടിട്ടുമില്ല. എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ, മനസ്സിലായോ? ഞാൻ ഗെയിമിംഗ് റൂമിൽ ലൈറ്റ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം. ഡയലോഗ് ഞാൻ ഇവിടെ കേട്ട്, ഈകളെ അവൻ മനസ്സിൽ പറഞ്ഞ ഡയലോഗ് ഞാൻ ഇവിടെ കേട്ട്. തലവേദനയാണെങ്കിൽ കുത്തി ഇരുന്നൂടെ എന്തിനാ ലൈവ് വന്നേന്ന് ഞാൻ അങ്ങനെ പറയത്തില്ല. ശരത്തേട്ടന്റെ മൈൻഡ് സെറ്റ് ആണ്. കണ്ണാപ്പി നീ എന്തത്തോളം ഒരു വിശക്കിളിയാണ്. അണ്ണാ ടൂർണമെന്റ് പ്ലേയേഴ്സ് ലിസ്റ്റ് കാണിക്കാവോ? അയ്യോ എടാ, ഇപ്പൊ കറന്റ്ലി ഇന്ന് പറ്റത്തില്ല, ഇന്നത്തെ ലൈവ് പറ്റത്തില്ല. അടുത്ത ലൈവില് നമ്മളെല്ലാം ടൂർണമെന്റ് മുമ്പ് തലേന്നല്ല, ടൂർണമെന്റ് വൈകുന്നേരം കുറച്ച് നേരത്തെ ലൈവ് വന്നിട്ട് നിങ്ങളെ ടീംസിനെയും പ്ലേയേഴ്സിനെയും എല്ലാം 9:30 ചേട്ടാ. 9:30 തൊട്ടായിരിക്കും. എന്റെ ചേട്ടാ ഞാൻ നിങ്ങളുടെ അടുത്തൊരു സത്യം പറഞ്ഞുതരാം. ആദ്യത്തെ 3 ദിവസം രജിസ്ട്രേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് വന്നത് വെറും 10 രജിസ്ട്രേഷനാണ്. വെറും 10. അപ്പൊ ഞാൻ ഓർത്ത് ഇതെന്താ ആർക്കും ടൂർണമെന്റ്, എന്നാ പിന്നെ ടൂർണമെന്റ് ക്യാൻസൽ ചെയ്യാം. ഞാൻ ഒന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ 80 പേരുന്ന്. എനിക്ക് 80 ടീം. അതേ പറഞ്ഞേ. Edu Care bro, thank you so much for the 1 Eagle Gaming membership gift. പിന്നെന്താ കേസ്, നമ്മുടെ ടൂർണമെന്റിൽ അണ്ടർ റേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഗ്യാങ്ങുകൾ ആരെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ they will get a slot in Exlantis. അത് പറഞ്ഞായിരുന്നോ? ബ്രാവ് അനൗൺസ് ചെയ്തായിരുന്നോ? അനൗൺസ് ചെയ്തല്ലേ? ഓക്കെ. അപ്പം അവർക്ക് വെളിയിലുള്ള നിങ്ങളുടെ അണ്ടർഡോഗ് ആയിട്ടുള്ള ടീംസിന് എല്ലാവർക്കും ട്രൈ ഔട്ട് ഒക്കെ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ആയിരുന്നു അത്. നമ്മൾ രജിസ്ട്രേഷൻ ആക്ച്വലി കുറച്ച് ഏറ്റവും ലാസ്റ്റ് ആക്കിയപ്പോഴാണ് നമ്മൾ അത് പറഞ്ഞത്. അപ്പോഴത്തേക്കിന് തന്നെ നമ്മുടെ സ്ലോട്ട് ഏകദേശം ഫിനിഷ് ആയി. പക്ഷെ ഇനിയും കുറെ പേര് സ്ലോട്ട് ചോദിക്കുന്നുണ്ട്. കറന്റ്ലി നമുക്ക് 80 മുകളിലോട്ട് ബ്രോ കൊണ്ടുപോയാൽ ഇത് ഓർഗനൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ മിനിമം 6 to 7 days 7 ദിവസം മിനിമം വേണ്ടി വരും ചേട്ടാ. അത് മര്യാദക്ക് നടത്തണമെങ്കിൽ 80 ടീമിൽ ഏകദേശം എത്ര 800-900 പ്ലേയേഴ്സ്, സബും കൂടെ ചേർത്ത് 960 പ്ലേയേഴ്സ്. അണ്ടർഡോഗിന്റെ മീനിങ് അറിയാത്ത കുറച്ച് പിള്ളേരുണ്ടെന്ന്. അണ്ടർഡോഗ് എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർ റേറ്റഡ്. അതൊക്കെയാണ് അണ്ടർ റേറ്റഡ്. എന്ന് പറയുന്നതാണ് അണ്ടർഡോഗ് എന്ന് പറയണത്. അല്ലാതെ അണ്ടർഡോഗ് എന്ന് പറഞ്ഞാൽ താഴെപ്പട്ടി എന്നല്ല. വേറെ അത് അണ്ടർഡോഗ് എന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വേറെ പറയണം. അണ്ടർഡോഗ് എന്ന് പറഞ്ഞാൽ അണ്ടർ റേറ്റഡ് പ്ലേയേഴ്സ് എന്നാണ് അർത്ഥം. അതിന് വേറെ അർത്ഥമൊന്നുമില്ല. ഇതൊക്കെ എന്തൊരു വിദ്യാഭ്യാസ കുറവുണ്ടാ? നിനക്കെല്ലാം അറിയാറുന്നല്ലോ. നമുക്കറിയാം. പിന്നെ അണ്ടർഡോഗ് നീ ജനിച്ചു വീഴുന്നതിന് മുമ്പ് ഐഫോൺ കണ്ടുപിടിച്ചവനാണെന്ന് പറഞ്ഞ നാട്ടുകാരുടെ മുമ്പ് മൊത്തം അറിയണ്ടായ നീ. കണ്ണാപ്പി ഒരു BGMI അണ്ടർഡോഗ് പ്ലെയർ. ഇന്നലെ ഷേഖിന്റെ ലൈവിൽ പറഞ്ഞ കേട്ട് നമ്മുടെ ടീമിനെ അണ്ടർഡോഗ് എന്ന് വിളിച്ചു.
ഇതൊക്കെ റേഞ്ച് വെച്ചിരിക്കണം. അതാ പറഞ്ഞ അണ്ടർഡോഗ് എന്ന് പറഞ്ഞാൽ അതിന് മോശമൊന്നും ആയിട്ട് അർത്ഥമില്ല ഗൈസ്. അണ്ടർഡോഗ് എന്ന് പറഞ്ഞാൽ എന്താ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെയാണ് പറയണേ. ഇതിപ്പോ എന്നെ കണ്ടില്ലേ, അത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ പറഞ്ഞ ടീമുകളൊക്കെ അത്. ഷെയ്ഖിന്റെ ടീം ലിസ്റ്റ് നോക്ക്, അണ്ടർ 18 പ്ലേയേഴ്സ് ഉണ്ട്. അങ്ങനെ പറ്റണല്ല നിനക്കൊക്കെ, പറ്റണല്ല. നമ്മളോട് ചോദിച്ചിട്ടാ രജിസ്റ്റർ ചെയ്തേ, നമ്മളോട് ചോദിച്ചിട്ടാണ്. അവരുടെ 3 ടീമുണ്ട്. നമ്മളോട് ചോദിച്ചിട്ട് തന്നെ രജിസ്ട്രേഷൻ ചെയ്തത് അവര്. നമ്മൾ ഓൾറെഡി വിത്ത് കൺസെന്റോട് കൂടി കളിപ്പിക്കാമെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. ടൂർണമെന്റ് ഓർഗനൈസിംഗ് ടീം എല്ലാവരുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് എങ്ങനെയും ഇപ്പൊ ഒരു പ്രശ്നം ഇല്ലാതിരിക്കുന്നോണ്ട് എങ്ങനെയും ഒരു പ്രശ്നം ഉണ്ടാക്കണം. ബ്രോ ഈ ചാറ്റ് GPT മീനിങ് ഒന്നും എടുത്തോണ്ട് വരല്ലേ ബ്രോ. നമ്മൾ പണ്ട് തൊട്ടേ ഈ PUBG ടൂർണമെന്റും അതും ഇതുമൊക്കെ നടക്കുന്ന സമയം തൊട്ടേ അണ്ടർഡോഗ്സ് എന്ന് പറയണത് അത്രയ്ക്ക് മോശമുള്ള കാര്യമോ അല്ലെ മോശവാക്കായിട്ടല്ല. അണ്ടർഡോഗ്സ് എന്ന് പറയണത് എന്താ കുറച്ച് എന്താ ഇതായിട്ട് നിൽക്കുന്ന ടീം, അതായത് കുറച്ച് ഇതായിട്ട് കയറി വരാൻ നിൽക്കുന്ന ടീം എന്നുള്ള രീതിയിലുള്ളൂ. അതിന് ഇനി വളച്ചൊടിച്ച് വേറെ രീതിയിലൊന്നും ആക്കണ്ട. ഞാൻ എന്നാ തിരുത്തി പറയാം, അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പോഷർ ഇല്ലാത്ത ടീമുകൾ ആരെങ്കിലും ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ടൂർണമെന്റിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു PvP ടീമിന് എക്സ്ലാൻഡിസിൽ സ്ലോട്ട് കിട്ടും. പ്ലസ് ടോപ്പിൽ വരുന്ന ടീംസിന് എക്സ്ലാൻഡിസിൽ ഗാങ് അസറ്റ്സും നിങ്ങൾക്ക് കുറച്ച് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് അടിക്കുന്ന ടീമിനല്ലേ പറഞ്ഞത്? ഫസ്റ്റ് അടിക്കുന്ന ടീമുണ്ട് അങ്ങനല്ലോ. ടോപ്പിൽ വരുന്ന 1-2 ടീമിന് ചിലപ്പോൾ കിട്ടുമായിരിക്കും, 2-3 ടീം. കാരണം നമ്മുടെ പ്രൈസ് പൂൾ ഒന്നും ഇതുവരെ കംപ്ലീറ്റ്ലി ഫിനിഷ് ആയിട്ടില്ല. നമുക്ക് കുറെ പേര് ലൈവ് കാണുന്നവരടക്കം കുറെ പേര് കുറെ സ്പോൺസർഷിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം എല്ലാവരും കൂടെ ഉള്ള ഫൈനൽ ആയിട്ടുള്ള പ്രൈസ് പൂൾ എമൗണ്ട് എല്ലാം നമ്മൾ അനൗൺസ് ചെയ്യും. ബേസിക് എന്തായാലും 1 lakh എന്തായാലും ഉണ്ടാവും. അതിന് മുകളിലോട്ടേ ഉള്ളൂ, വേറെ എല്ലാം ബാക്കി ഇനിയുള്ളതല്ല. മനസ്സിലായോ? സെറ്റ് ഓരോരുത്തന്മാരങ്ങ് പഠിപ്പിക്കാൻ വരും. 2 സെയിം മീനിങ് ആണ് പറയുന്നത്. ഫോർത്ത് അല്ലാതെ വേറെ റേസിംഗ് ഗെയിംസ് കളിക്കുമോ ബ്രോ? എൻ്റെ ഉണ്ട് ബ്രോ എല്ലാ ഗെയിമും. ഞാൻ എല്ലാ ഗെയിമും കളിക്കാൻ റെഡിയായി. ബാക്കിയുള്ളവന്മാരുടെ ഇല്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ വരുന്ന ദിവസം മാത്രമാണ് ഇവന്മാര് പൊടി തൂത്ത് ഇതെടുക്കുന്നത്, ഈ സ്റ്റിയറിംഗ് എടുത്ത് കുത്തുന്നത്. ഞാൻ അവൈലബിൾ ആവുന്ന ദിവസം മാത്രം ഇവന്മാർ എവിടെന്നേലും അയ്യോ എന്റെ സ്റ്റിയറിംഗ് വീൽ എന്ത് പറഞ്ഞ് പോയി എവിടെയെങ്കിലും ചപ്പിന്നും ചവറിയുന്നു. നീ കളിക്കാത്തല്ലേ, നീ മേടിക്കാത്തല്ലേ? താഴെ അഭിപ്രായം പറയണ്ട. പൊടി തൂത്ത് തട്ടി എടുത്തോണ്ട് വരും. മനസ്സിലായ? അങ്ങനത്തെ അവന്മാരാണ് ഇത് ഇവിടെ ഉള്ളത്. അവന്മാരുടെ അടുത്ത് ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞാൽ പോലും ഞാൻ കുറെ ഗെയിംസ് കളിക്കാറുണ്ട് ഗൈസ്. ഞാൻ അല്ലെങ്കിൽ ഇവിടെ സിമുലേറ്റർ ലൈവ് ഇടുമ്പോൾ ഇനി ഞാൻ ഇവന്മാരെല്ലാം പോയിട്ട് ഞാൻ സോളോ ആയിട്ട് ലൈവ് വേറെ എന്തെങ്കിലുമൊക്കെ ഗെയിം കളിക്കുക, അല്ലാതെ വേറെ വഴിയില്ല. വേറെ ഞാൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരുത്തന്മാർ സിമുലേറ്റർ ലൈവ് വരുന്നുണ്ടോ? നോക്കി നോക്ക്. ചന്ദ്രന്റെ ബർത്ത്ഡേ ആയിരുന്നു, എല്ലാരും അറിഞ്ഞെന്ന് വിചാരിക്കുന്നു. പയ്യനെ ഇന്ന് കണ്ടിട്ടില്ല, എവിടെയോ പോയി. ആളെ വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഫോൺ വിളിച്ചിട്ട് യാതൊരു ഇൻഫോ ഇല്ല. ഇവിടെ ബർത്ത്ഡേ പാർട്ടിക്ക് എന്തോ പോയി ആരോ കൊണ്ടുപോയെന്ന് തോന്നുന്നു. സോയി ലൈവ് ഇടാറുണ്ട്, കാസ്ട്രോ മാത്രം. കാസ്ട്രോ ഇടയ്ക്ക് ലൈവ് ഇടാറുണ്ട്, ശരിയാ. പക്ഷെ കാസ്ട്രോ ഇനി 3-ാം തീയതി വരത്തുള്ളൂ. വോയിസ് ഡിലേ തുടങ്ങി. ഒരു ഡിലേ ഇല്ല ഇതിനകത്ത്. പ്രോപ്പർ ആയിട്ട് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്ന സ്ട്രീം. ടെക് പ്രോ അപ്രൂവ് ചെയ്ത് കണ്ട. ഞാൻ ടെക് ചാനൽ തുടങ്ങിയാലും ആലോചിക്കും എന്താണ് അഭിപ്രായം. ഒരു പോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങിയിട്ട് അത് അതിന്റെ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് നിന്റെ അടുത്ത്, അതിന്റെ പ്ലേ ബട്ടൺ എന്ത് ചെയ്യണം? നീ മറച്ചു വിറ്റോ? നീ പ്ലേ ബട്ടൺ കിട്ടിയോ? കൊണയുടെ പ്ലേ ബട്ടൺ കിട്ടിയോ? അപ്ലൈ ഇതുവരെ വന്നിട്ടില്ല. കൊണയുടെ പ്ലേ ബട്ടൺ കിട്ടിയില്ല ഇതുവരെ കിട്ടിയില്ല. എന്റെ അഭിപ്രായത്തിൽ ഇവനത് മറച്ചു ചേട്ടാ, ഇവനത് മറച്ചു വിറ്റ്. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവന് പ്ലേ ബട്ടൺ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവൻ അത് പേര് സ്റ്റിക്കറുടെ കൊടുത്ത് റീനെയിം ചെയ്ത് ജർമ്മൻ കണ്ണാപ്പി എന്നുള്ള പേരിൽ വീട്ടിൽ വെച്ചിരിക്കുന്നത് അതാണ്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നടന്നിട്ടുണ്ട്. അത് കിട്ടേണ്ട സമയം കഴിഞ്ഞല്ലോടാ. അത് എനിക്ക് ഉറപ്പത്. അത് സംഭവം എന്താ, മറ്റേ മെയിൽ ID എന്റെ പോയായിരുന്നല്ലോ. എവിടെ പോയായിരുന്നു? അപ്ലൈ ചെയ്യുന്നു PC റീസെറ്റ് ചെയ്ത് പോയായിരുന്നണ്ട. അപ്പൊ അണ്ണ പിന്നെ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ അണ്ണ ചെയ്തില്ല. ഞാൻ പിന്നെ രണ്ടാമത് മെയിൽ ID ചോദിച്ചു മേടിച്ചപ്പം ഗോകുലൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ത് ഇവന്മാര്. എടാ ഞാൻ ഇവിടെ ഒരു അരമണിക്കൂറായിട്ട് കൊണയം പറഞ്ഞിരിക്കുന്നേ. ഇല്ല ലൈവ് ആയില്ല.
ലൈവായോ? എന്തൊരു ചോദ്യം. ഞാൻ കറക്റ്റ് ടൈമിൽ ലൈവ് ഇടുന്ന ഒരുത്തനാ. ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. പണ്ടോട്ടെ ശീലിച്ചൊരു കാര്യം. ആ കാര്യത്തിൽ മാത്രമേ ഞാൻ പണ്ടോട്ടെ ശീലിയാക്കിയതാ ഞാനത്. 10:30 എന്ന് പറഞ്ഞാൽ 10:30 വന്നിരിക്കും. അന്നേരം എന്നോട് ചോദിക്കണോ ലൈവ് വന്നായിരുന്നോ എന്ന്. ഇനി ഞാൻ ഫോൺ വിളിച്ച് പറയാം. കത്തയക്കാം. ഇനി ഞാൻ യുകെയിലോട്ട് കത്തയക്കാം. ഭയങ്കര മോശമാണ്. ഞാനാണെങ്കി ഇവിടെ റോഡ് പണിഞ്ഞോണ്ടിരിക്കുകയെന്നളിയാ. നീ ഇടയ്ക്ക് വാർക്കപ്പണി വാർക്കപ്പണിക്കാരല്ലേ ഇപ്പൊ? പുതിയ ട്രാക്ക്. അങ്ങനെ ഞാൻ തെറ്റിദ്ധരിച്ച ആളിയാ. ഞാൻ ഓർത്തെന്താ വെച്ചാൽ നീ മറന്നുപോയി. ഞാൻ പറഞ്ഞില്ലേ കൈസ്, ചാറ്റിലെ ഇവരോട് പറഞ്ഞ കേക്കണ്ടേ കൈസ്? ഞാൻ പറഞ്ഞില്ല അവൻ എന്തോ പണിയില്ല, അതുകൊണ്ട് ലേറ്റ് ആയത്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ചുമ്മാ തമാശയൊക്കെ അടി ഉണ്ടാക്കും. നിങ്ങൾ അത് ചാറ്റിൽ ടോക്സിക് ആവുന്നത് എനിക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം പിന്നെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവണ്ടേ ഇവിടെ ചാറ്റിൽ ഓരോരുത്തന്മാർക്ക്. അങ്ങ് കേറി അങ്ങ് ഇരിക്കുക. അങ്ങ് എന്റെ മൂക്ക് മുറിഞ്ഞോടാ ഈ തുബി തുബി. റോഡാ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി ആരൊക്കെ വന്ന്? സ്റ്റീവ് എന്തിയടാ? നീ ഒരു കരക്കമ്പി കേൾക്കുന്നുണ്ടല്ലോ, നീ അത് മറച്ചു വിറ്റെന്നൊക്കെ. വേറെ അല്ല, പുതിയൊരു ഡ്രൈവർ വരുന്നുണ്ട്. ആരാന്നറിയോ? സനീഷ് അഞ്ചർസെന്റ് വില്ലം ബ്രോ. ഇന്ന് ഓർഡർ ചെയ്ത് ഇന്ന് സാധനം മേടിച്ചു പുള്ളി. R5 എടുത്ത് പുള്ളി R5. എടാ എനിക്കെന്തോ ഓർമ്മ അറിയോ ഗോകു? ഇറ്റാച്ചിയുടെ സെയിം ഡയലോഗ് അടിച്ചു പുള്ളി. സെയിം ഡയലോഗ് എന്നോട്. ഞാൻ നേരെ പറഞ്ഞ ഞാനും ഗോകു ഒക്കെയാണ് കളിക്കുന്നത്. നേരെ പറയാം നിന്നോടുകൂടി പറഞ്ഞേരം ഞാൻ വരുന്നുണ്ടെന്നു. കാണണം, എനിക്കൊന്ന് കാണണം. നിങ്ങൾ ഈ ഇറ്റാച്ചി എടുത്തൊക്കെ ഇറ്റാച്ചിയോട് പറ, ആ സ്റ്റിയറിംഗ് വീൽ അവന്റെ ലൈവ് അടുത്ത് വരുമ്പോ ഉണ്ടല്ലോ അവനോട് പറയണം അത് മറച്ചു വെക്കാൻ കേട്ടോ. ആർക്ക് അല്ല ടി വിയിൽ കളിക്കുന്ന പിള്ളേർക്ക് കൊടുക്കാൻ പറയണേ അവനോട്. നിനക്ക് വേണ്ട, നിനക്ക് താല്പര്യമില്ല. നീ എന്തോ പറഞ്ഞേ? എനിക്കിത് എടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തോണ്ടാണെന്ന്. അപ്പൊ വെറുതെ കിട്ടിയ ഉടനെ മേടിക്കുവോ? അല്ല, വെറുതെ കിട്ടിയ മേടിക്കണ്ട. വെറുതെ കിട്ടി അങ്ങനെ മേടിക്കണ്ട. ഇൻട്രസ്റ്റ് ഇല്ലാത്തോണ്ടല്ലേ, ടൈം എടുക്കണ്ട മേടിക്കാൻ. എടാ ടൈം എടുത്ത് പയ്യെ പൈസ ഒക്കെ ഉണ്ടാക്കി ടൈം എടുത്ത് അങ്ങനെ മേടിച്ചു. ഒന്ന് അത്രേ ഉള്ളു. ഗൈസ് എന്റെ ഇതെല്ലാം സെറ്റിംഗ്സിൽ ചെറുതായിട്ടൊന്ന് മാറ്റണം. അങ്ങനെ മേടിച്ചാ മതിയാ. അതാ നല്ലത്. പിന്നെ എന്തിനാ ഈ ഇടക്കിടക്ക് ഇരക്കുന്നേ? അളിയ അത് കേൾക്കുമ്പോഴേ അറിയാം എന്തോ തന്തയില്ലാത്ത ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റിയറിംഗ് അണ്ണാ ഞാൻ മുങ്ങാനുള്ള മുൻകൂർ ജാമ്യം എടുക്കുന്നതല്ല, പക്ഷെ 2-3 റേസ് പോകേണ്ടി വരുന്നുണ്ടോ. രാവിലെ സ്പൈഡർമാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ടർഫ് ക്രിക്കറ്റ് ടൂർണമെന്റ്. ഞാൻ ഇങ്ങനെ അവസ്ഥ ഇരിക്കുമ്പോഴേക്കും അണ്ണ എപ്പോഴും കളിക്കാൻ. നമുക്കൊരു ടർഫ് ക്രിക്കറ്റ് ടൂർണമെന്റ് വെച്ചാലും. ഓണത്തിന് എന്താണ് പരിപാടി? ഓണത്തിന് സദ്യ ഉണ്ട്. പറയടാ. എന്താ ടർഫ് ക്രിക്കറ്റ് ടൂർണമെന്റ് വെച്ചാലോ? കഷ്ടം തന്നെ. ടർഫ് ക്രിക്കറ്റ് ടൂർണമെന്റോ? കഷ്ടം തന്നെ. സ്റ്റീവാണോ പറഞ്ഞത്? ഇല്ലല്ല, ഞാൻ കണ്ണാപ്പിയെടുത്ത് പറഞ്ഞത് വേറെ കാര്യത്തില്. പറയടാ അത് വെച്ചാല്. പ്രീവിയസ് കാറ്റഗറി അല്ലല്ല, ഞാൻ ഇവിടെ സെറ്റ് ചെയ്തതാ. നെക്സ്റ്റ് കാറ്റഗറി ഷിഫ്റ്റ് അപ്പ്. പറ ജോക്കി, നമ്മളെന്ത് പറഞ്ഞിരുന്ന ക്രിക്കറ്റ് ടൂർണമെന്റ്. ഫുട്ബോൾ എന്താ അളിയ ഒരു കാര്യം പറഞ്ഞോണ്ടിരുന്നു, നീ അങ്ങ് അത് ഭയങ്കര മോശമായി. അളിയ അതെ, എനിക്ക് വല്ല അത് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. ജോക്കിക്ക് എത്ര ക്രിക്കറ്റ് ടൂർണമെന്റ് വേണം? ഇതില് നല്ല മൈൻഡ് ചെയ്യാത്ത സത്യം. അയ്യോ വന്നേ, ഞാൻ അവിടെ ജയിക്കാൻ മുട്ടി നിൽക്കുക. എന്താ ഇത് ഡിലേ? ഞാനിത് സെറ്റ് ചെയ്ത് ജോക്കി, ഞാൻ ഇത് സെറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഇതിലാരോ ജോക്കി അത് അങ്ങനെ എടുക്കല്ലേ ജോക്കി പ്ലീസ്. എനിക്കത് ഒരിക്കലും ഡിസ്കോഡ്. ഇതെന്താ മാറ്റണ്ണാ? അന്ന് ഓർമ്മ നിങ്ങൾ ഡ്രിഫ്റ്റ് ചെയ്യാൻ പഠിപ്പിച്ചിരുന്നു ചോദിച്ചു. മറ്റേ ഗോകുനോട് ലൈവ് ഇടാൻ പറയാ. ഞാൻ ഗോകു ഫാനാണ്. നീ വേണേ പോയി പറയണ.
കണ്ടവരോടൊക്കെ ലൈവ് ഇടാൻ ഞാൻ പറയണോ? എന്റെ ലൈവ് ആയത്. അല്ലെ നീ പറഞ്ഞാലേ എനിക്ക് ലൈവ് ഇടാൻ പറ്റുള്ളൂ. ആഴ്ച ഇല്ലാത്തോണ്ട് എനിക്ക് ലൈവ് ഇടാൻ പറ്റത്തില്ല. റീവൈൻഡ് ആണോ? ഡീമോ 10 മിനിറ്റ് വരുവേ. വാറ്റണ അന്ന് നിങ്ങളെ നമ്മൾ ഈ കേക്കകത്ത് എന്തോ സെറ്റ് ചെയ്തേ ഓർമ്മയുണ്ടോ? ഇവൻ അതിന്റെ ഇടയ്ക്ക് സംസാരിച്ചാൽ എങ്ങനെ കേൾക്കും നീ പറയണത്? ഞാൻ ഡ്രിഫ്റ്റ് ചെയ്യാൻ നല്ലോണം പഠിച്ചപ്പോ ഇപ്പൊ റേസ് ചെയ്യാൻ പറ്റണല്ലോ. റേസ് ചെയ്യാൻ പറ്റുന്നില്ല. എടാ ഡീമിനെ അവരൊക്കെ എന്തിയടാ ഒന്ന് വരാൻ പറയോടാ. അണ്ണാ ഡീമണി ഇപ്പൊ വരും. അതിനാൽ നമ്മളെ ഇപ്പം സിം ഡ്രൈവേഴ്സ് ഗ്രൂപ്പിലടാ ഒരു മെസ്സേജ്. നിങ്ങൾക്ക് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ? പിന്നെ സിം ഡ്രൈവേഴ്സ് ഇന്ന് തുടങ്ങിയതാ ജോക്കി. ഇന്ന് കുറച്ച് താളം അടിക്കുന്ന കേട്ടാ തോന്നും. നമ്മള് വണ്ടി ഓടിക്കാൻ വരുന്നവരേ ഉള്ളൂ. മറ്റേ എല്ലാ അക്ഷയ കയറ്റി വെച്ചേക്കുന്നവരൊന്നും ആഡ് ചെയ്തിട്ടുള്ളൂ. എന്റെ അച്ഛനെ ആഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. അച്ഛനെ ആഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞോടാ. ഇവിടെ എന്തൊക്കെ തരം അടികളാ നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ? ഞാൻ ഈ ഇടക്കിടക്ക് എന്റെ ഈ ഇത് മാറുന്നോണ്ടേ സിമുലേറ്റർ ഇതൊക്കെ മാറുന്നോണ്ട് സെറ്റിങ്സ് ഒക്കെ കുറച്ച് ഷോ ഉണ്ടാവും. ഞാൻ സെറ്റായി വരാൻ ചിലപ്പോ 1-2 മാച്ച് എടുക്കും. അല്ല അളിയ അത് നമുക്ക് കുറച്ച് മൾട്ടിപ്പിൾ സിമുലേറ്റർ സെറ്റപ്പ് ഉള്ളവർക്കൊക്കെ അതുണ്ടാവും. ഞാൻ വേറെ കാര്യം പറ്റാ. ഒക്ടോബർ വരെ വിസ ഉള്ളു. അതിനുശേഷം വരെ ഇറക്കി വിടും. ഞാൻ ഇതെല്ലാം കൂടെ എങ്ങനെ കൊണ്ടുവരുമെന്ന് ഞാൻ എടുക്കുന്നത്. അളിയ നീ ഓരോന്നോരോന്ന് ഇപ്പോഴേ കൊറിയർ അയക്കേ. എടാ ഞാൻ എന്നാലും ക്യാമറ ഏതിലാടാ വെച്ചത്? നിന്റെ സ്റ്റാൻഡില്. സൂപ്പർ. ആരോടൊക്കെ വരാൻ പറയുന്നുണ്ട്. നിങ്ങളും ചെന്നേ. ആകുമ്പോ വരാന്ന് പറഞ്ഞ് ഒറ്റ കളിക്കാനാണെന്ന് അറിയത്തില്ല. 12:30 ആവുമ്പോഴോ? ഗോകുവിന്റെ തമാശയൊക്കെ എന്ത് രസമല്ലേ? സത്യമല്ല നിന്റെ തമാശ കേൾക്കുമ്പോ എനിക്ക് നിന്നെ കല്യാണം കഴിക്കാനൊക്കെ തോന്നും. അളിയാ ഇൻസ്റ്റഗ്രാം കണ്ടോ? മറ്റേ പുള്ളി വീഡിയോ ഇട്ടേക്കുന്നത് ആണുങ്ങളുടെ തുണ്ടൊക്കെ ടെലഗ്രാമിൽ ഇറങ്ങുന്നെന്ന്. എന്തൊക്കെ കാരണം. ചോക്കി അതുകൊണ്ടാണ് ടെലഗ്രാം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ചോദിച്ചത്. സീരിയസ് ആയിട്ട് ആമ്പിള്ളേരുടെ ഫോട്ടോ ഒക്കെ കൊണ്ട് കൊടുത്തിട്ട് അത് നേക്കഡ് ആക്കി തരുന്ന ഗ്രൂപ്പുകളും മറ്റേ ഇതൊക്കെ ഉണ്ടോ? ആടാ അളിയ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളത് റിയാക്ട് ചെയ്യാതിരുന്ന നാട്ടുകാർ പറയും നമ്മുടെ തുണ്ടിറങ്ങിയെന്ന്. ഇതിനി പ്രൂവ് ചെയ്യണമെങ്കിൽ സ്വന്തം സാധനം എടുത്ത് കാണിക്കണം. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ആലോചിച്ചല്ല മറ്റേ നമ്മളെ മോക്കുരു പോലെയൊക്കെ സാധനമൊക്കെ എടുത്തൊക്കെയാണെങ്കിൽ അവര് വിശ്വസിച്ചില്ല. എടാ എന്ത് അവസ്ഥയല്ലേ ഇവന്മാരെ കൊണ്ട്, ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായി ഇത് കൊണ്ട് ഇവന്മാരെ കൊണ്ട്. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, ഇത് കാശ് കൊടുത്ത് മേടിക്കാൻ ആൾക്കാരുണ്ട്. ഇത് പെയ്ഡ് ഗ്രൂപ്പാ, ഇത് ഫ്രീ അല്ല, ഇത് പെയ്ഡ് ഗ്രൂപ്പ്. അല്ല ഗെയിം സാധനമാണ് എല്ലാം. കുട്ടികളെ വഴിതെറ്റിക്കുന്നു പറഞ്ഞുകൊണ്ട് ഗെയിം എല്ലാം ബാൻ ചെയ്യാൻ അറിയാവുന്നവർക്ക് ഇത് ബാൻ ചെയ്യാൻ പറ്റത്തില്ല. അളിയ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ടെലഗ്രാം ബാൻ ചെയ്തോണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അളിയ. ടെലഗ്രാം പോയാൽ അതിന് ഓൾട്ടർനേറ്റീവ് അടുത്തത് വരും. ഇത് ടെലഗ്രാം മാത്രമൊന്നുമല്ല അളിയ, റെഡിറ്റും എക്സും എല്ലാം ഇത് തന്നെയാ. ഇതിലൊന്നും ഒരു ഇതുമില്ല, ഒരു മാപ്പും ഇത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. പിന്നെ അടുത്ത എല്ലാം കൂടെ ഞാൻ അളിയാ ഇതെങ്ങാനും ബാനായ അടുത്ത എല്ലാവന്മാരോടെ വരാൻ പോണ ഡിസ്കോഡിലോട്ടാ, ഉറപ്പാ. അത് ബാൻ ചെയ്താൽ പിന്നെ നമ്മളെ കാര്യം അതെ സത്യം.
ഹവ്യുനോ ബ്രോ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ? മറ്റേ എന്തോ ഷാമുനോ പുള്ളി അവൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു ഈ ടെലഗ്രാം ഗ്രൂപ്പിൽ. പിന്നെ ഞാൻ ഓൾറെഡി കുറച്ച് നാളായിട്ട് ഇതിൻ്റെ പുറകിലായതുകൊണ്ട് ഇതിൻ്റെ ഡേറ്റാസൊക്കെ തരുന്ന കുറച്ച് പേരുണ്ട് എൻ്റെ കയ്യിൽ. അപ്പം നമ്മൾ ഇതിനകത്തെല്ലാം കാണുന്നുണ്ട്. ഇപ്പം പുതിയ കുറേ ഗ്രൂപ്പുകളും പുതിയ കുറേ സാധനങ്ങൾ ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ഞാൻ സത്യമായിട്ടും പറയാം ഗൈസ്, ഞാൻ നിങ്ങളുടെ അടുത്ത് ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, ഞാനിത് നന്മമരമൊന്നുമല്ല ഗൈസ്. നിങ്ങൾ നാട്ടുകാരും ഫോൺ കാണാൻ പാടില്ല ഗൈസ്. ഇത് രണ്ടും ഭയങ്കര ഡിഫറൻസാണ്. ഞാൻ ആ ഏഷ്യനെറ്റ് ന്യൂസിന് കൊടുത്ത ഇൻ്റർവ്യൂവിൻ്റെ അടിയിലത്തെ കമൻറ്റ് സെക്ഷൻ നിങ്ങൾ കാണണം. ഇവനൊക്കെ ഇവൻ്റെ വീട്ടുകാരെയും പെണ്ണും പിള്ളയും ഒക്കെ വ്ളോഗിൽ കാണിച്ച് പൈസ ഉണ്ടാക്കുന്നവരാ. അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തും ഫേസ് ചെയ്യണമെന്ന്. ഗൈസ് ഞാൻ അതിനെപ്പറ്റിയാണോ സംസാരിക്കുന്നത്? ഗൈസ് ഞാനൊരു പൊട്ടനല്ല. എൻ്റെ പെണ്ണുമ്പിള്ളയുടെ ഒരു ഫോട്ടോ ഇതിനകത്ത് വന്നു എന്ന് പറഞ്ഞത് ഒറിജിനലാണെന്ന് പറഞ്ഞ് എടുത്തു വെച്ച് എൻ്റെ പെണ്ണുമ്പിള്ള തല്ലാൻ. പക്ഷേ എനിക്ക് ഒരു ദിവസം വരുന്ന മെസ്സേജുകളിൽ എത്ര പേരുണ്ടെന്ന് അറിയോ ബ്രോ? എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞ പ്രശ്നമാണ് ഇങ്ങനൊരു ഫോട്ടോ. അവരൊന്നും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് പോലും അല്ല. എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞ പ്രശ്നമാണ്, കുറേ പിള്ളേർ പറയണം എൻ്റെ വീട്ടുകാർ അറിഞ്ഞ പ്രശ്നമാണ്, എൻ്റെ ഉമ്മ ഒന്നും അപ്പ ഒന്നും ഇത് കേൾക്കാൻ പോലും നിൽക്കത്തില്ല, പിടിച്ച് തല്ലുവെന്ന്. ഒരു കൊച്ചിൻ്റെ ബസ്സിനകത്തിരിക്കുന്ന ഫോട്ടോ ടെലഗ്രാമിൽ വന്നതിന് ആ കൊച്ചെന്നെ വിളിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. ബസ്സിനകത്തിരിക്കുന്ന ഫോട്ടോ, ഏതോ ബസ്സിൽ കൊച്ചു എങ്ങോട്ടോ ട്രാവൽ ചെയ്യുക. അപ്പം ആ കൊച്ചിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് മൾട്ടിപ്പിളിനകത്ത് ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് ഈ പറയണത് പോലെ എടാ ആ കൊച്ചിൻ്റെ അത് നോക്ക് ഇത് നോക്കെന്ന് പറഞ്ഞ് ഇങ്ങനെ കമൻറ്റ് സെക്ഷനിൽ ആ കൊച്ച് പറയാണ് ഇത് എൻ്റെ വീട്ടിൽ കണ്ടാൽ പോലും പ്രശ്നമാണ് എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. കാരണം അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള പേരൻസും അല്ലെങ്കിൽ പാർട്ട്നേഴ്സും ഉള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കെതിരെയാണ് സംസാരിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബോധം ദയവ് ചെയ്ത് കാണിക്കുക. എനിക്ക് എൻ്റെ വീട്ടുകാരുടെ ഫോട്ടോ അല്ലെങ്കിൽ എൻ്റെ വൈഫിൻ്റെ ഫോട്ടോ അതിൽ വന്നെന്ന് പറഞ്ഞ് അത് ഒറിജിനലാണെന്ന് വിശ്വസിക്കാൻ തക്ക മണ്ടനല്ല ഞാൻ. ഓക്കെ, ഒബ്വിയസ്ലി അതെനിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാനത് സഹിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനെ കുറച്ച് പേരുണ്ട് കൈസ, നിങ്ങൾ മനസ്സിലാക്കണം. ഇവന്മാരൊക്കെ ഒന്നും അറിയില്ല. ഇവന്മാരൊക്കെ പറയണത് നിങ്ങൾ വ്ളോഗ് ഇടുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് വരുന്നതെന്ന്. സ്വന്തം വീട്ടിലെ സ്വന്തം അമ്മയുടെ സ്വന്തം ചേച്ചിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നവന്മാരുള്ള ഗ്രൂപ്പുണ്ട്. ഇതൊക്കെ നിങ്ങളിൽ കുറെ പേർക്ക് അറിയാം. നിങ്ങളൊക്കെ ആ ഗ്രൂപ്പുകളൊക്കെ കുറെ പേര് കണ്ടിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാ. 100% എനിക്ക് ഉറപ്പാ. ഇല്ലെന്ന് നിങ്ങളാരും പറയണ്ട. ഉള്ളവർ ഒരുപാട് പേരുണ്ട്. അത് ഒരു വട്ടമെങ്കിലും മൂവി ഡൗൺലോഡിങ് ഗ്രൂപ്പിൽ നിന്ന് മാറി അങ്ങനത്തെ ഗ്രൂപ്പുകൾ വരെ പോയ ആൾക്കാരുണ്ടാവും. നമ്മളാരും കാണാത്ത, നമ്മളാരും ഇതറിയാത്ത ഒരു ഡാർക്കർ സൈഡ് ഇതിനുണ്ട്. നമുക്കൊന്നും ഇല്ലാത്ത എടാ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ സാധനമൊക്കെ കാണുക എന്നൊക്കെ പറയണത് ഓക്കെ ഒബ്വിയസ്ലി നമ്മുടെ നാട്ടിൽ ഇതാകും. പക്ഷെ എല്ലാവരും ഒന്നും പിടിച്ചു നിർത്താനൊന്നും പറ്റത്തില്ല. അത്രയ്ക്ക് ഞാൻ അത് റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു നന്മമരമല്ല. ഞാൻ ഇതൊന്നും കാണാത്ത ആളാണ്. എടാ ഇത് അങ്ങനെ അല്ലടാ. ഒരു സാധനത്തിന് ഒരു ലിമിറ്റ് ഉണ്ടോ. ഇതെന്ന് പറഞ്ഞാൽ എന്ന് കരുതി വഴിയെ പോണ എല്ലാവരും സെക്ഷലൈസ് ചെയ്യുന്ന പറഞ്ഞാൽ നോട്ട് നോർമലാ. അതൊരു മെന്റൽ ഡിസോർഡറാണ്. അത് മനസ്സിലാക്കണം. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. കുറേ നാളായി ഇതിനു വേണ്ടി സംസാരിക്കുന്നു. പക്ഷെ സംസാരിച്ച് എൻഡ് ഓഫ് ദ ഡേ എന്നെ മറ്റേ നന്മമരമാക്കും. എന്നെ നമ്മൾ അന്നേരം ഉടനെ ഈ കോണ്ടന്റിന്റെ അടിയിൽ നേരെ വന്നിട്ട് പറയും തെറി വിളിക്കുന്ന, ഇവൻ ലൈവിൽ തെറി പറയുന്ന കാര്യം എടുത്ത് പറയും. ഇതൊക്കെയാണ് ആൾക്കാർ പറയണേ. ബ്രോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിത് ഒരു പരിധി ഞാൻ ഇത് വിട്ടത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് വിട്ട് എനിക്ക് മടുത്ത്. നമ്മൾ കുറേ ഈ പിടിക്കുന്നവരൊക്കെ മറ്റേ വീട്ടുകാരും പേരൻസും എല്ലാം പറയും ഞങ്ങൾ സൂയിസൈഡ് ചെയ്യും ഇത് വെളിയിലിറങ്ങിയാൽ, എൻ്റെ മോനെ വെറുതെ വിടണം, അത് ചെയ്യണം ഇത് ചെയ്യരുത്, ഇതാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇതാക്കും. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഇതിൻ്റെ അപ്പുറത്തോട്ട്. ഞാൻ ഇത് വിട്ട് കഴിച്ചു. ഇനി നിങ്ങൾക്ക് ഞാനിതൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നാൽ മതി. മനസ്സിലായ? നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നാൽ മതി. നാളെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ബി വിത്ത് ദം. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും. 2 ദിവസം മുമ്പ് ട്യൂബോർഗിന്റെ ചാനലിൽ ഒരു പയ്യൻ വന്നിരുന്നു. അവന്റെ ഇൻസ്റ്റയിൽ നിന്ന് എവിടെ ഫോട്ടോ എടുത്ത് അവന്റെ ചേച്ചിയുടെ അനിയത്തിയുടെ ഒക്കെ ഫോട്ടോ ഇതേപോലെ ആക്കിയിട്ട് അവന്റെ അടുത്ത് പൈസ വയ്ക്കുന്നു. ഇതല്ലെങ്കിൽ ഓൺലൈൻ ഇടുമെന്ന് പറഞ്ഞോണ്ട്. ആ അളിയ അത് മറ്റേ 5 ബ്രോ ഇല്ലേ പുള്ളിക്കും വന്നത് എന്തോ വീഡിയോ കോൾ എടുത്തിട്ടേ. വീഡിയോ കോൾ എന്തോ ആദ്യമേ കുറെ ടൈപ്പ് ഓഫ് സ്കാംസ് വരുന്നുണ്ട്. നിങ്ങൾ ഈ അറിയാത്ത നമ്പറിൽ നിന്ന് ദയവ് ചെയ്ത് വീഡിയോ കോൾസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. പിന്നെ ഇവിടെ ഡിസ്റ്റർബിങ്. എടാ ഇതും സത്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് ബ്രോ. സീരിയസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഈ അറിയാത്ത നമ്പറിൽ നിന്ന് വീഡിയോ കോൾ എടുത്തിട്ട് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ വീഡിയോ കോളിന്റെ അപ്പുറത്തെ സൈഡിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇതാക്കിയിട്ട് നമ്മുടെ മ്യൂച്വലിൽ കാണുന്ന എല്ലാ പേരൻസിനും റിലേറ്റീവ്സിനും ഒക്കെ അയക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. ചില ആൾക്കാർ പേടിച്ചിട്ട് പൈസ കൊടുക്കും. ഈ സ്കാം ഫേസ് ചെയ്യുന്ന കുറെ പേരുണ്ട്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞു? ഞാൻ ഈ ഇടയ്ക്ക് ഇതറിയണേ. എടാ ഡാർക്ക് ക്ലൗഡ് വൈറ്റിയെ നിന്നെ അടുത്തൊന്നും പറയണില്ല ഞാൻ.
എഴുത്തിയാ ആ ഞാൻ ഡീമൻ വന്നു. ഇപ്പൊ പ്ലീസ് ഫിനിഷ് ലൈൻ. എലോൺ മസ്ക് ഒക്കെ എന്ത് വിഷനുള്ള ആൾക്കാർ, പുള്ളിയൊക്കെ സക്സസ്ഫുൾ ആയി നിൽക്കുന്ന പോലെ ഇതുകൊണ്ട് എന്ത് വിഷനുള്ള ആൾക്കാരാണെന്ന് നോക്കിയത് ഗൈസ്. പുള്ളിയൊക്കെ പറഞ്ഞത് അച്ചിട്ടായിട്ട് വന്നില്ലേ, ഈ എയും അതിന്റെയൊക്കെ ഉള്ള ഒരു ഫ്യൂച്ചർ എന്താന്ന് പുള്ളിയൊക്കെ എത്ര വർഷം മുമ്പ് പറഞ്ഞതാ. അണ്ണാ സത്യം പറ, അടൂര് പോയത് അണിറോസിനെ കാണാനല്ലയോ? അണിറോസ് വന്നായിരുന്നു എന്റെ നാട്ടിലിരുന്ന്, പക്ഷെ അതിനല്ല ഞാൻ നാട്ടിൽ വന്നത്. എന്തൊരു കള്ളനാണത്, എന്തൊക്കെയാണ് പറഞ്ഞു പിടിപ്പിക്കുന്നത്.